ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം. 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു റമദാൻ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ്. നമ്മളീ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. റമദാൻ മാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാസമാണ്, പ്രാർത്ഥനയുടെ മാസമാണ്, പശ്ചാത്താപത്തിൻ്റെ മാസമാണ്, ഖുർആനിൻ്റെ മാസമാണ്, തറാവീഹിൻ്റെ മാസമാണ്, ദാനധർമ്മങ്ങളുടെ മാസമാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രത്യേകതകൾ പരിശുദ്ധമായ റമദാനിനുണ്ട്. ഇതിൻ്റെ എല്ലാം ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള അദമ്യമായ സ്നേഹവും വാത്സല്യവും ദയയും ദയാവായ്പുമൊക്കെയാണ്. അള്ളാഹു അവൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മഹാനായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഹലക്തു, നബിയെ ഞാൻ നശിച്ചുപോയി യാ റസൂലല്ലാഹ്, എൻ്റെ പാപങ്ങൾ കാരണത്താൽ എൻ്റെ ഹൃദയം നശിച്ചുപോയി യാ റസൂലല്ലാഹ്, എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ചോദ്യം ചോദിക്കുന്നത്. മഹാനായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുന്നത്, മോനെ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. അള്ളാഹു എത്ര തന്നെ മല പോലെ തെറ്റുകൾ ചെയ്തവർക്ക് പോലും പുറത്തു കൊടുക്കുന്നവനാണ്. അവൻ ഗഫാറാണ്, അവൻ സത്താറാണ് എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി എന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ, ഞാൻ ഒരുപാട് തിന്മ ചെയ്യുന്നവനാണെങ്കിൽ പോലും നിൻ്റെ മഗ്ഫിറത്ത് എൻ്റെ തിന്മയേക്കാൾ എത്രയോ വലിപ്പമുള്ളതാണ് റബ്ബേ, അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പൊറുക്കണേ. വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി, ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളെ കൊണ്ട്, അഅമാലുകളെ കൊണ്ട് ഒരിക്കലും എനിക്ക് സ്വർഗപ്രവേശനം ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല. പക്ഷേ നിൻ്റെ റഹ്മത്ത് വിശാലമാണ്, നിൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ നാഥാ എന്നുള്ള ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവുകയും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം അള്ളാഹു സമ്പൂർണമായ പരിഹാരം നൽകുകയും ചെയ്യുമെന്ന് മഹാനായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. നമുക്ക് പലപ്പോഴുമുള്ള പരാതി, ഞാൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമോ എന്നതാണ്. അള്ളാഹു നമ്മുടെ ദുആക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ അറിയാവുന്ന ഭാഷയിൽ, മലയാളത്തിലാണെങ്കിൽ, അറബിയിലാണെങ്കിൽ, ഏതു ഭാഷയിലാണോ നമ്മൾ ദുആ ചെയ്യേണ്ടത് അത് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. എല്ലാ ദിവസവും വാനലോകത്തുള്ള കവാടങ്ങൾ തുറക്കപ്പെട്ടുകൊണ്ട് അള്ളാഹു അവൻ്റെ അടിമകളാകുന്ന നമ്മോട് ചോദിക്കുമെന്നാണ്, എൻ്റെ മുന്നിലേക്ക് കൈനീട്ടി ഇരക്കുന്നവരുണ്ടോ? എന്നോട് പാപമോചനം തേടുന്നവരുണ്ടോ? ആവലാദികളും വേവലാദികളും പ്രശ്നങ്ങളും എടുത്തു പറയുന്നവരുണ്ടോ? അവരുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ പാപങ്ങൾക്ക് എപ്പോഴാണ് ഞാൻ പരിഹാരം നൽകാതിരുന്നിട്ടുള്ളത് എന്ന് എല്ലാ ദിവസവും ആകാശലോകത്തുള്ള കവാടങ്ങൾ തുറക്കപ്പെട്ടുകൊണ്ട് 2 മലക്കുകൾ മുഖേന അള്ളാഹു നമ്മോട് ചോദിക്കുമെന്ന് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയവരാണ്. നമ്മൾ ചോദിക്കാത്തതാണ് പ്രശ്നം. നമ്മൾ ചോദിച്ചാൽ അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനാണ്.
അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മനുഷ്യൻ വല്ലാതെ ഓടിക്കിതച്ചുകൊണ്ട് സ്വഹാബത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് നന്നാവാൻ താല്പര്യമുണ്ട്, എനിക്ക് നന്നാവാൻ എന്തെങ്കിലും മന്ത്രമോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരണം. അവർ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? റസൂലുള്ളാഹിൻ്റെ വഫാത്ത് കഴിയാനാണോ നിങ്ങൾ കാത്തിരുന്നത് എന്ന രൂപത്തിൽ അവർ തിരിച്ചു ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്ന വല്ലാത്തൊരു വർത്താനുണ്ട്. ഞാൻ ഇത്രയും കാലം തെറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഭയവും ഉണ്ടായിരുന്നില്ല. കാരണം ഖുർആനിൽ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു ഒരു കരാറ് നടത്തിയിട്ടുണ്ട്, ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. യാ റസൂലല്ലാഹ്, അങ്ങ് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു അദാബും അങ്ങിലേക്കോ അങ്ങയുടെ ഉമ്മത്തിലേക്കോ നാം നൽകുകയില്ല എന്ന് അള്ളാഹു ഖുർആനിലൂടെ മുത്തുനബിക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും കാലം റസൂലുള്ള ദുനിയാവിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് തിന്മ ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു അദാബും എന്നിലേക്ക് ഇറങ്ങൂലല്ലോ എന്ന ധൈര്യമായിരുന്നു എനിക്ക്. പക്ഷേ ഇന്നെൻ്റെ റസൂലുള്ള വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്ക് തെറ്റ് ചെയ്യാൻ പേടിയുണ്ട്. അതുകൊണ്ട് നന്നാവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മറുപടി പരിശുദ്ധമായ ഖുർആൻ തന്നെ നൽകുന്നുണ്ട്. നബിയെ, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലം അങ്ങിലേക്ക് അങ്ങയുടെ ഉമ്മത്തിലേക്ക് ഒരു അദാബും നാം ഇറക്കില്ല എന്നതുപോലെ അങ്ങയുടെ വഫാത്തിന് ശേഷവും ഒരു അദാബും നാം ഇറക്കാതിരിക്കണമെങ്കിൽ വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാകണം യാ റസൂലല്ലാഹ്. നമ്മൾ ഇസ്തിഗ്ഫാർ എത്രമേൽ വർദ്ധിപ്പിക്കുന്നവരാണോ അതിനനുസരിച്ചുകൊണ്ട് നമ്മളിലേക്ക് അള്ളാഹുവിൻ്റെ അദാബ് കുറഞ്ഞു വരികയാണെന്നർത്ഥം. ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്ത് തന്നെ തെറ്റ് ചെയ്താലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. ഈ ദുനിയാവിൽ പ്രശ്നങ്ങളും മാവലാദികളും പരാതികളും പരാധീനതകളും ഒന്നും ഇല്ലാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ എന്തിനും ഏതിനും പരിഹാരമാണ് പരിശുദ്ധമായ ഇസ്തിഗ്ഫാർ. കാരണം അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ നമ്മോട് പാപമോചനം നടത്തിയാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും പരിഹാരമാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാൽ വബനീൻ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല പേമാരി സമ്പൽ സമൃദ്ധിയുടെ മഴ പെയ്യണോ? നിങ്ങളുടെ മക്കൾ നന്നാകണോ? നിങ്ങളുടെ കടങ്ങൾ തീരണോ? നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വേണോ? എന്തിനും ഏതിനും ഇസ്തിഗ്ഫാറാണ് പരിഹാരമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നവനാണ്. അവൻ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നവനാണെന്ന് എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ മറ്റാരാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നത്? അള്ളാഹു ചോദിക്കുകയാണ്. നമ്മൾ പാപമോചനം തേടണം. നമ്മൾ മടിച്ചു നിൽക്കരുത്. ഞാൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമോ? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നവനല്ലേ എന്ന ചിന്ത ഒരിക്കലും നമ്മളിൽ ഉണ്ടാകാനേ പാടില്ല. എത്ര ആളുകൾ കൊടിയ ശത്രുതയോടെ കൊടിയ തിന്മകളിലൂടെ മാത്രം ജീവിതം ധന്യമാക്കിയ എത്ര തിന്മയിൽ മുങ്ങിക്കുളിച്ച ആളുകൾക്ക് പോലും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. ഈ റമദാൻ മാസം തൗബയുടെ മാസമാണ്. നമുക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മളൊന്ന് ദുആ ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മളൊന്ന് ദുആ ചെയ്യണം. പുതിയ കാലത്ത് നമ്മുടെ മക്കൾ വളരെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉമ്മയെപ്പോലും സ്വന്തം വാപ്പയെപ്പോലും സ്വന്തം ഉസ്താദുമാരെപ്പോലും കൂടപ്പിറപ്പായ സുഹൃത്തുക്കളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ മക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വഴിവിട്ട ബന്ധങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളുമെല്ലാം നമ്മളെ ഹൃദയത്തിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ദിവസങ്ങൾക്ക് മുമ്പല്ലേ, ഒരാഴ്ച മുമ്പല്ലേ, തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് പേരുമല എന്ന് പറയുന്ന സ്ഥലത്ത് കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ കുടുംബങ്ങളിൽപ്പെട്ട അതുപോലെ കാമുകി സ്വന്തം അനുജനെ പോലും മനസ്സിലാകാതെ എല്ലാവരെയും കൊന്നുകളയുന്നു. വയനാട് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ 24 വയസ്സുള്ള ആഷിഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ അയൽവാസിയുടെ വീട്ടിൽ നിന്നും കൊടുവാള് കൊണ്ടുവന്ന് 20ഓളം വെട്ടുകളാണ് ആ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ ശരീരത്തിൽ കൊത്തി നോവിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത എത്രമേൽ വലുതാണ്. ഉമ്മാൻ്റെ മഹത്വം എന്താണ്? ആ ഉമ്മയെ മനസ്സിലാക്കാൻ പറ്റാത്ത കാലം, മാതാപിതാക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത കാലം
പാലക്കാട് ജില്ലയിലെ ആനക്കരയിൽ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ പ്രിൻസിപ്പൽ റൂമിലിരുന്നിട്ട് പ്രിൻസിപ്പലോട് 8ലോ 9ലോ പഠിക്കുന്ന ഒരു പ്രിയപ്പെട്ട മകൻ പറയുന്നത്, പ്രിയപ്പെട്ട മാഷേ, സാറേ, നിങ്ങളെന്നോട് വല്ലാതെ കളിക്കേണ്ടതില്ല. ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ പിടിച്ചു വച്ചതാണ് പ്രശ്നം. അവനതിന് പരിഹാരമായിട്ട് മാഷിനോട് പറയുകയാണ്, നിങ്ങൾ ആ മൊബൈൽ ഫോൺ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞാൻ നടുറോട്ടിലിട്ട് കൊന്നുകളയും, അതിനു പോലും എനിക്ക് മടിയില്ല എന്ന് കൊലവിളി നടത്തുന്ന മക്കളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ അത്രമേൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലം. ഈ അടുത്ത് നടന്ന കൊലപാതകങ്ങളുടെ എല്ലാം അവസാനം റിസൾട്ട് പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോൾ, അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ, ലഹരി പദാർത്ഥങ്ങളാണ് നമ്മുടെ ചെറിയ സ്കൂളുകളിൽ പഠിക്കുന്ന മക്കളുടെ കൈകളിൽ പോലും കൊണ്ട് നടക്കുന്നത്. അവരനുഭവിക്കുന്നത് MDMA എന്ന് പറയുന്ന വലിയൊരു കാലഘട്ടത്തിലാണ്. പണ്ടൊക്കെ നമ്മൾ കഞ്ചാവെന്ന് പറഞ്ഞ് വലിയ വായിൽ വർത്താനം പറയായിരുന്നു. ഇപ്പോൾ കഞ്ചാവൊക്കെ ഓൾഡ് മോഡലായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ MDMA ആണ് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇഷ്ടവസ്തുവായി മാറിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലഹരി പദാർത്ഥങ്ങളെ പറ്റി, അതുപോലെ തന്നെ മദ്യത്തെ പറ്റി, അനുബന്ധ കാര്യങ്ങളെ പറ്റിയൊക്കെ അള്ളാഹുവിൻ്റെ റസൂലും വിശുദ്ധമായ ഖുർആനും എത്രമേൽ അധ്യാപനങ്ങളിലൂടെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹ് എന്ന് ഖുർആനിൽ കാണാം. തീർച്ചയായും മദ്യം എന്ന് പറയുന്നത്, ചൂതാട്ടം എന്ന് പറയുന്നത്, പന്തയം വെക്കുക എന്ന് പറയുന്നത്, ഈ വക തിന്മകളെല്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ, അത് ശൈത്വാനിൽ നിന്നുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളാണ്. ഫജ്തനിബൂഹു, ഒരിക്കലും നിങ്ങളതിൽ പെട്ടുപോകരുത്, അതെല്ലാം പരിപൂർണമായി നിങ്ങൾ ഒഴിവാക്കണമെന്ന് അള്ളാഹു നിരവധി സ്ഥലങ്ങളിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ മദ്യം എന്ന് പറയുന്നത് ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും മാതാവാണ്. മദ്യം ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ മനുഷ്യനല്ലാതായി പോവുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തീർക്കട്ടെ. ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നമ്മൾ കണ്ണീര് പൊഴിക്കുമ്പോൾ, അള്ളാഹുവിനോട് നമ്മുടെ പ്രശ്നങ്ങൾ എടുത്തു പറയുമ്പോൾ, ഏറ്റവും പ്രധാനമായിട്ട് പുതിയ കാലത്ത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എൻ്റെ മകളെ അതല്ലെങ്കിൽ എൻ്റെ മകനെ നീ നന്നാക്കണേ റബ്ബേ എന്നതാണ്. കാരണം മക്കൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയെയും വാപ്പയെയും കൂട്ടുകുടുംബങ്ങളെയും ഒരുപോലെ നടന്ന ചങ്ങാതിമാരെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പുതിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ മക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുകയാണ്. അവരെയും ഞങ്ങളെയും കുടുംബസമേതം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദുആ ചെയ്യണം. മൻ ഫുതിഹ ലഹു ബാബുദ് ദുആ ഫുതിഹത് ലഹു അബ്വാബുർ റഹ്മ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. ഒരാൾ പ്രാർത്ഥനയുടെ കവാടം തുറന്നു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെ കവാടം ആ മനുഷ്യന് മുമ്പിൽ മലർക്കെ തുറന്നു കൊടുക്കുമെന്നതാണ്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാൻ തയ്യാറാവണം. നമുക്ക് അറിയാവുന്ന ഭാഷയിൽ നമ്മുടെ തെറ്റുകളെല്ലാം അള്ളാഹുവിനോട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദുആകൾക്ക് പരിഗണന നൽകുന്നവനാണ്. അള്ളാഹു നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇവിടെ ഈ ശബ്ദം ശ്രവിക്കുന്ന, ഓൺലൈനിലൂടെ ഇവിടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, സഹോദരിമാർ, ഉമ്മമാർ എല്ലാവർക്കും എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.